നമസ്കാരം. റിച്ച് ഇന്ത്യൻ കൾച്ചറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രഹ്മാവിന് പ്രത്യേക പ്രതിഷ്ഠയുള്ള അപൂർവം ചില ക്ഷേത്രങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത്തരത്തിൽ ബ്രഹ്മദേവന് പ്രത്യേക പ്രതിഷ്ഠയുള്ള ഒരു അപൂർവ ക്ഷേത്രമായ ബ്രഹ്മപുരീശ്വര ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ ശിവനെ പ്രാർത്ഥിച്ച് സ്വന്തം വിധിയെ മാറ്റിയ സ്ഥലമാണിതെന്നാണ് ഐതിഹ്യം. അതിനാൽ ബ്രഹ്മപുരീശ്വരനായ ശിവൻ പ്രധാന പ്രതിഷ്ഠയായുള്ള ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചാൽ ശിവന്റെയും ബ്രഹ്മാവിൻ്റെയും അനുഗ്രഹത്താൽ തങ്ങളുടെയും തലവിധി മാറ്റാനാകുമെന്നൊരു വിശ്വാസം ഭക്തർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. അതെന്തു തന്നെയായാലും അതിപുരാതനമായ ബ്രഹ്മപുരീശ്വര ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും വിശ്വാസങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശദമായ ഒരു വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവർക്കും റിച്ച് ഇന്ത്യൻ കൾച്ചറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിലെ തിരുച്ചിയിൽ നിന്നും ഏകദേശം 35 കിലോമീറ്റർ ദൂരെയായി തിരുപ്പട്ടൂർ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ശിവക്ഷേത്രമാണ് ബ്രഹ്മപുരീശ്വരർ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് ഏകദേശം 1500 മുതൽ 2000 വർഷം വരെ പഴക്കമുള്ളതായി കരുതുന്നു. സൃഷ്ടികർത്താവായ ബ്രഹ്മദേവന്റെ തലവിധി മാറ്റി അനുഗ്രഹം നൽകിയ ശിവനാണ് ഇവിടെ ബ്രഹ്മപുരീശ്വരരായി കുടികൊള്ളുന്നത്. മകിഴമരത്തിനടിയിൽ സ്വയംഭൂവായി പ്രത്യക്ഷമായ ശിവലിംഗമാണിവിടത്തെ പ്രധാന പ്രതിഷ്ഠ. മനുഷ്യനിർമ്മിതമല്ലാത്ത പ്രത്യേകം കൊത്തുപണികളൊന്നുമില്ലാതെ സ്വയം പ്രത്യക്ഷമാകുന്ന ശിവലിംഗത്തെയും മൂർത്തികളെയുമാണ് സ്വയംഭൂ ശിവലിംഗമെന്നും സ്വയംഭൂ മൂർത്തിയെന്നും അറിയപ്പെടുന്നത്. ബ്രഹ്മദേവനെ ഈ ക്ഷേത്രത്തിൽ പ്രത്യേകം ശ്രീകോവിലിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ബ്രഹ്മദേവന് പ്രത്യേകം പ്രാധാന്യമുള്ളതിനാൽ ഇത് ബ്രഹ്മക്ഷേത്രമായാണ് പരക്കെ അറിയപ്പെടുന്നത്. ഏകദേശം 6 അടിയോളം ഉയരമുള്ള ബ്രഹ്മദേവന്റെ പ്രതിഷ്ഠ മഞ്ഞൾ കാപ്പണിഞ്ഞ് താമരപ്പൂവിന്റെ പുറത്ത് ധ്യാനനിരതനായി ഉപവിഷ്ടനായിരിക്കുന്ന രീതിയിലാണ് ദർശനം നൽകുന്നത്. ഭാരതത്തിൽ ഇത്തരത്തിൽ ബ്രഹ്മാവിന് പ്രത്യേകം സന്നിധാനമുള്ള അപൂർവം ചില ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ഭാരതപ്പുഴയുടെ തീരത്ത് ബ്രഹ്മാവിന് പ്രത്യേകം ക്ഷേത്രമുണ്ട്. അടുത്തിടെ തിരുനാവായയിൽ നടന്ന മാഘമഹോത്സവത്തിലാണ് കേരളത്തിലെ ബ്രഹ്മക്ഷേത്രത്തെക്കുറിച്ച് നിരവധി പേർക്ക് അറിയാൻ സാധിച്ചത്. തിരുപ്പട്ടൂരിന് തിരുപ്പിടയൂർ, തിരുപ്പടയൂർ എന്നിങ്ങനെ പുരാതന നാമങ്ങൾ ഉണ്ടായിരുന്നതായി പറയുന്നു. തിരുപ്പട്ടൂർ ബ്രഹ്മപുരീശ്വര ക്ഷേത്രത്തിൽ ബ്രഹ്മാവിന് പ്രത്യേക പൂജകളും അഭിഷേകങ്ങളും നടക്കാറുണ്ട്. വ്യാഴഗ്രഹത്തിന് അധിപതിയായ ബ്രഹ്മദേവന് വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞൾ ഉപയോഗിച്ച് അഭിഷേകം നടത്താറുണ്ട്. വ്യാഴാഴ്ച ദിവസം ഈ ക്ഷേത്രത്തിൽ വിശേഷ ദിനമായി കരുതുന്നു. വ്യാഴാഴ്ചകളിൽ ബ്രഹ്മദേവന് മഞ്ഞൾക്കാപ്പ് അണിയിക്കുകയും പിന്നീട് ഈ മഞ്ഞൾ ഭക്തർക്ക് പ്രസാദമായി നൽകുകയും ചെയ്യും. ഹൈന്ദവ പാരമ്പര്യത്തിൽ മഞ്ഞളിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. മഞ്ഞൾ മംഗളദായകവും ശുദ്ധീകരണത്തിന്റെ പ്രതീകവും നെഗറ്റീവ് എനർജികളിൽ നിന്നും സംരക്ഷണം നൽകുന്നതുമാണ്. അതിനാൽ ധാരാളം ഭക്തർ ബ്രഹ്മദേവന് അഭിഷേകത്തിനും മറ്റും മഞ്ഞൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കാറുണ്ട്. സ്വന്തം തലവിധി ശുഭകരമാക്കി മാറ്റുന്നതിനായി ഭക്തർ ഇവിടെ വിശ്വാസത്തോടെ സമർപ്പിക്കുന്ന വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിലൂടെ ബ്രഹ്മദേവൻ എങ്ങനെയാണ് സ്വന്തം തലവര മാറ്റിയതെന്ന് മനസ്സിലാക്കാം. ആദ്യകാലത്തിൽ ബ്രഹ്മാവിന് 5 തലകൾ ഉണ്ടായിരുന്നതായി പുരാണങ്ങളിൽ നിന്നും മനസ്സിലാക്കാനാകും. സൃഷ്ടികർമ്മങ്ങൾ നിർവഹിക്കുന്നതിനാൽ ശിവനേക്കാളും വിഷ്ണുവിനേക്കാളും താനാണ് ശ്രേഷ്ഠനെന്ന അഹംഭാവം ബ്രഹ്മാവിനുണ്ടായി. ബ്രഹ്മാവിന്റെ ഈ അഹങ്കാരം ശമിപ്പിക്കുന്നതിനായി ശിവൻ ബ്രഹ്മാവിന്റെ 5 തലകളിൽ ഒന്ന് വെട്ടിമാറ്റുകയും സൃഷ്ടികർമ്മം നടത്തുന്നതിൽ നിന്നും ബ്രഹ്മാവിനെ തടയുകയും ചെയ്തു. ശിവന്റെ ശാപത്താൽ 5 തലകളിലൊന്ന് നഷ്ടപ്പെടുകയും സൃഷ്ടികർമ്മം എന്ന മഹത്തായ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയും ചെയ്തപ്പോഴാണ് ബ്രഹ്മാവിന് സ്വന്തം തെറ്റ് മനസ്സിലായത്. തെറ്റിന് പരിഹാരം തേടി ശിവനോട് മാപ്പപേക്ഷിച്ചു. ഭൂമിയിലേക്ക് പോയി ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ച് ആരാധിക്കാൻ നിർദ്ദേശിച്ച മഹാദേവൻ കൃത്യമായ സമയവും സ്ഥലവും വരുമ്പോൾ ശാപമോചനം ഉണ്ടാകും എന്ന് ബ്രഹ്മാവിനെ അറിയിച്ചു. മഹാദേവന്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവ് പല സ്ഥലങ്ങളിലും ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വന്നു. ഒടുവിൽ തിരുപ്പട്ടൂരിലെത്തി 12 ശിവലിംഗങ്ങൾ സ്ഥാപിച്ച് ആരാധന നടത്തി. ബ്രഹ്മാവിന്റെ പ്രവൃത്തിയിൽ സംപ്രീതനായ മഹാദേവൻ തിരുപ്പട്ടൂരിൽ വെച്ച് ബ്രഹ്മാവിന് ശാപവിമോചനം നൽകി.
ശാപമോചനത്തോടൊപ്പം നഷ്ടപ്പെട്ട സൃഷ്ടികർമ്മം പുനഃസ്ഥാപിക്കാനുള്ള അനുവാദവും ബ്രഹ്മദേവന് നൽകി. ശാപത്തിന്റെ ഫലമായി അലഞ്ഞു നടന്ന ബ്രഹ്മാവിന്റെ നഷ്ടപ്പെട്ട ചൈതന്യം പാർവതീദേവിയുടെ അനുഗ്രഹത്താൽ തിരികെ കിട്ടി. ബ്രഹ്മാവിന് ശാപമോചനം നൽകിയതിനാൽ മഹാദേവനെ ഇവിടെ ബ്രഹ്മപുരീശ്വരർ എന്നും, ബ്രഹ്മാവിന്റെ നഷ്ടപ്പെട്ട ചൈതന്യം തിരികെ നൽകിയതിനാൽ പാർവതീദേവി ബ്രഹ്മസമ്പത് ഗൗരി എന്നും അറിയപ്പെടാൻ തുടങ്ങി. ശാപമോചനം നൽകിയ മഹാദേവൻ ബ്രഹ്മാവിനോടൊരു നിർദ്ദേശവും നൽകി. അതായത്, ആരാണോ ഈ ക്ഷേത്രത്തിൽ ഭഗവാനെയും ദേവിയെയും പ്രാർത്ഥിച്ച് സ്വന്തം തലവിധി മംഗളകരമാക്കി തരണമെന്ന് മനമുരുകി പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് അപ്രകാരം വരം നൽകണമെന്നായിരുന്നു നിർദ്ദേശം. കാരണം ശാപമോചനം നേടിയ ബ്രഹ്മാവിന്റെ തലവിധി മാറിയ സ്ഥലമാണല്ലോ ഇത്. അതിനാൽ ശാപമോചനം ലഭിച്ച ബ്രഹ്മദേവൻ ശിവന്റെ നിർദ്ദേശാനുസരണം ഈ ക്ഷേത്രത്തിൽ വന്ന് വിശ്വാസത്തോടെ മഹാദേവനെയും ദേവിയെയും വണങ്ങി ബ്രഹ്മദേവന് മുന്നിൽ തലവിധി ശുഭകരമാക്കാനുള്ള പ്രാർത്ഥനയുമായി എത്തുന്നുവോ അവർക്ക് അത്തരത്തിൽ അനുഗ്രഹം ചൊരിയുന്നതായാണ് വിശ്വാസം. സ്വന്തം തലവിധി ശുഭകരമാക്കുന്നതിനായി ഭക്തർ പ്രധാനമായും ചെയ്യുന്ന വഴിപാട് അവരവരുടെ ജാതകം കൊണ്ടുവന്ന് ബ്രഹ്മദേവന്റെ കാൽക്കൽ വെച്ച് പൂജിച്ചു വാങ്ങുക എന്നതാണ്. ബ്രഹ്മപുരീശ്വരരായ മഹാദേവനെ ദർശിച്ച ശേഷം ഭക്തർ ബ്രഹ്മദേവന്റെ സന്നിധിയിലെത്തി അവരവരുടെ ജാതകം പൂജാരിയെ ഏൽപ്പിക്കും. പൂജാരി ജാതകം ബ്രഹ്മദേവന്റെ കാൽക്കൽ വെച്ച് പൂജിച്ച് തിരികെ നൽകും. ഇതിന് വളരെ ചെറിയൊരു ഫീസ് ഈടാക്കുന്നുണ്ട്. എല്ലാ ദിവസങ്ങളിലും ജാതകം പൂജിച്ച് നൽകാറുണ്ട്. എങ്കിലും തിങ്കൾ, വ്യാഴം, അവരവരുടെ ജന്മനക്ഷത്ര ദിനം എന്നിങ്ങനെയുള്ള ദിവസങ്ങൾ വളരെ വിശേഷകരമായി കരുതുന്നു. ഇത്തരത്തിൽ ജാതകം പൂജ ചെയ്യുന്നതിലൂടെ അർഹമായവർക്ക് അവരുടെ തലവിധി ശുഭകരമാകുമെന്നാണ് വിശ്വാസം. സന്താന ഭാഗ്യം, ജോലിയിൽ ഉയർച്ച, വിവാഹ തടസ്സം എന്നിവയ്ക്കെല്ലാം പരിഹാരം തേടി ധാരാളം പേർ ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കാറുണ്ട്. വ്യാഴഗ്രഹത്തിന്റെ അധിപതിയാണ് ബ്രഹ്മാവ്. അതിനാൽ ധാരാളം പേർ വ്യാഴപ്രീതിക്കായി ഇവിടേക്ക് എത്താറുണ്ട്. ഈ ക്ഷേത്രത്തിൽ 27 നക്ഷത്രങ്ങൾക്കും 9 ഗ്രഹങ്ങൾക്കും കൂടി 36 ദീപങ്ങൾ തെളിയിച്ച് ബ്രഹ്മദേവനെ 9 പ്രാവശ്യം വലം വയ്ക്കുന്നതും പുളിയോദരെ എന്നറിയപ്പെടുന്ന ചോറിൽ പുളിയും മറ്റ് മസാലകളും ചേർത്ത് തയ്യാറാക്കുന്ന പ്രസാദം 108 ഉരുളകളാക്കി ബ്രഹ്മദേവന് സമർപ്പിക്കുന്നതും പ്രധാന വഴിപാടാണ്. ഇതുകൂടാതെ ക്ഷേത്രത്തിന് പുറത്ത് ഓരോ പ്രശ്ന പരിഹാരങ്ങൾക്കും തെളിയിക്കേണ്ട ദീപങ്ങളുടെ എണ്ണവും എഴുതി വെച്ചിട്ടുണ്ട്. ഏക്കർ ചുറ്റളവിലായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്ക് ദർശനമായി 5 നിലകളുള്ള രാജഗോപുരത്തിന് മുന്നിലായി ധ്വജസ്തംഭം കാണാം. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വേദമണ്ഡപവും നാദമണ്ഡപവും കടന്നു വേണം പ്രധാന സന്നിധിയിലേക്ക് എത്തേണ്ടത്. രാജഗോപുരത്തിൽ നിന്നും ഏകദേശം 300 അടി ദൂരെയായാണ് ബ്രഹ്മപുരീശ്വരരുടെ പ്രതിഷ്ഠ. എങ്കിലും ഗർഭഗൃഹത്തിനുള്ളിൽ ശിവലിംഗം പ്രകൃതിദത്തമായ പ്രകാശത്തിൽ വ്യക്തമായി കാണുന്ന രീതിയിലാണ് ക്ഷേത്രം പണികഴിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ മാർച്ച്, ഏപ്രിൽ മാസത്തിൽ, അതായത് തമിഴിലെ പങ്കുനി മാസത്തിലെ 3 ദിവസങ്ങളിൽ സൂര്യപ്രകാശം നേരിട്ട് ശിവലിംഗത്തിൽ പതിക്കുന്നതായും പറയപ്പെടുന്നു. മുരുകൻ അസുരന്മാരെ വധിക്കുന്നതിന് മുൻപ് ഈ സ്ഥലത്ത് ശിവലിംഗം സ്ഥാപിച്ച ശേഷം പടപ്പുറപ്പാട് നടത്തിയതായും ഒരു ഐതിഹ്യമുണ്ട്. അതിനാൽ ഈ സ്ഥലത്തിന് തിരുപ്പടയൂർ എന്നൊരു നാമം ഉണ്ടായിരുന്നതായും ഐതിഹ്യങ്ങൾ സൂചിപ്പിക്കുന്നു. പിന്നീടത് തിരുപ്പട്ടൂർ എന്നായി മാറിയതുമാണെന്ന് പറയപ്പെടുന്നു. തലവിധി മാറ്റാനുള്ള യോഗമുള്ളവർക്ക് മാത്രമേ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വിശ്വാസം. അതിനാൽ നമ്മൾ വിചാരിക്കുന്ന സമയത്തല്ല, ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് മാത്രമേ ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ എന്നതിന് നിരവധി പേർ അനുഭവസ്ഥരാണ്. ബ്രഹ്മാവ് പ്രതിഷ്ഠിച്ച് ആരാധിച്ചതായി കരുതുന്ന 12 ശിവലിംഗങ്ങളെ ദ്വാദശ ലിംഗങ്ങൾ എന്നറിയപ്പെടുന്നു. പ്രധാന പ്രതിഷ്ഠയായ ബ്രഹ്മപുരീശ്വരർ ഉൾപ്പെടെയുള്ള മറ്റ് ശിവലിംഗങ്ങൾ ഇവയാണ്: ശ്രീ പഴമലൈനാഥർ, ശ്രീ പാതാള ഈശ്വരർ, ശ്രീ തായുമാനവർ, ശ്രീ മണ്ടൂകനാഥർ, ശ്രീ ഏകാംബരേശ്വരർ, ശ്രീ അരുണാചലേശ്വരർ, ശ്രീ കൈലാസനാഥർ, ശ്രീ ജംബുകേശ്വരർ, ശ്രീ കളത്തിനാഥർ, ശ്രീ സപ്തഗിരീശ്വരർ, ശ്രീ സുധാരണ്യേശ്വരർ. ബ്രഹ്മാവ് പ്രതിഷ്ഠിച്ച 12 ശിവലിംഗങ്ങളെയും ഒരേ സ്ഥലത്ത് ദർശനം ചെയ്യുന്നത് 12 ജ്യോതിർലിംഗങ്ങൾ ദർശിക്കുന്നതിന് സമാനമായ പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന്റെ പൂന്തോട്ടമായ നന്ദാവനത്തിൽ സ്ഥിതി ചെയ്യുന്ന കൈലാസനാഥ ക്ഷേത്രം പല്ലവ ഭരണകാലത്ത് നിർമ്മിച്ചതാകാമെന്ന് കരുതുന്നു. ക്ഷേത്രത്തിലെ തീർത്ഥകുളമായ ബ്രഹ്മതീർത്ഥം സ്ഥിതി ചെയ്യുന്നതും നന്ദാവനത്തിലാണ്. ഈ തീർത്ഥത്തിലെ ജലം ഉപയോഗിച്ചായിരുന്നുവത്രേ ബ്രഹ്മാവ് ശിവലിംഗങ്ങൾക്ക് പൂജ ചെയ്തിരുന്നത്.
യോഗശാസ്ത്രത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ യോഗസൂത്രത്തിന്റെ രചയിതാവായി അംഗീകരിക്കുന്ന പതഞ്ജലി മഹർഷിയുടെ ജീവസമാധി അഥവാ സമാധി സ്ഥലം ബ്രഹ്മപുരീശ്വര ക്ഷേത്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജീവസമാധിയെ സൂചിപ്പിക്കുന്ന തരത്തിൽ ഒരു പാതാളലിംഗവും സ്ഥാപിച്ചിട്ടുണ്ട്. സാധാരണയായി ജീവസമാധികൾക്കടുത്തായി പാതാളലിംഗം സ്ഥാപിച്ചിട്ടുണ്ടാവും. ആദിശേഷന്റെ അവതാരമായി കരുതുന്ന പതഞ്ജലി മഹർഷിയെക്കുറിച്ച് പുരാണങ്ങളിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ രാമേശ്വരത്തും പതഞ്ജലി മുനിയുടെ ജീവസമാധി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുരാണ ഗ്രന്ഥങ്ങൾ പ്രകാരം പതഞ്ജലിയെ പോലെയുള്ള സന്യാസി വര്യന്മാർക്ക് യോഗസിദ്ധിയാൽ അസാധാരണമായ ആയുസ് ഉണ്ടാകാറുണ്ട്. അവരുടെ തപശക്തിയാൽ നൂറ്റാണ്ടുകളോളം അവർക്ക് ജീവിക്കാനാകുമത്രേ. അവർ ഇഷ്ടാനുസരണം ഭൗതിക ശരീരം ഉപേക്ഷിക്കാനുള്ള ശക്തി നേടിയവരായിരുന്നു. പതഞ്ജലി മഹർഷിയുടെ ജീവചരിത്രത്തെക്കുറിച്ച് പുരാണങ്ങളിലൂടെ അല്ലാതെ കൃത്യമായ ചരിത്ര വിവരങ്ങൾ അജ്ഞാതമാണ്. അതിനാൽ 18 സിദ്ധന്മാരിൽ ഒരാളായ പതഞ്ജലി മഹർഷിയുടെ ജീവസമാധിയായി പലയിടത്തും പരാമർശിക്കുന്നത് തിരുപ്പട്ടൂരിലെ ബ്രഹ്മപുരീശ്വരർ ക്ഷേത്രത്തിലാണ്. തിരുച്ചിയിൽ നിന്നും ബ്രഹ്മപുരീശ്വര ക്ഷേത്രം ഏകദേശം 37 കിലോമീറ്റർ ദൂരെയായാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീരംഗത്ത് നിന്നും 30 കിലോമീറ്ററോളം ദൂരമുണ്ടാകും. തിരുച്ചി ചെന്നൈ ഹൈവേയിൽ ബ്രഹ്മപുരീശ്വര ക്ഷേത്രത്തിന്റെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. തിരുച്ചിയിലും സമീപത്തുമായി നിരവധി പ്രസിദ്ധമായ പുരാതന ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രം, ജംബുകേശ്വര ക്ഷേത്രം, സമയപുരം മാരിയമ്മൻ ക്ഷേത്രം, ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രം എന്നിവ അവയിൽ പ്രധാനമാണ്. ബ്രഹ്മപുരീശ്വര ക്ഷേത്രത്തിലെ ദർശന സമയം രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെയുമാണ്. വ്യാഴാഴ്ച ദിവസം ക്ഷേത്രം രാവിലെ 6 മണി മുതൽ 12:30 വരെയും വൈകുന്നേരം 4 മുതൽ 8 മണി വരെയുമാണ് തുറന്നിരിക്കുന്നത്. തിരുച്ചിറപ്പള്ളി ജംഗ്ഷനാണ് ക്ഷേത്രത്തിലേക്ക് വരുന്നതിനായുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ. തിരുച്ചി ഛത്രം ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സുകളും മറ്റ് പ്രൈവറ്റ് വാഹനങ്ങളും ലഭ്യമാണ്. പ്രധാന എയർപോർട്ട് ട്രിച്ചി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിനങ്ങളും നന്മ നിറഞ്ഞതാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.